ഹലോ ഗൈസ്, എക്സാമിന് വേണ്ടിയിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചു, എല്ലാം നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്തു. എക്സാം ഹാളിൽ കയറി നല്ല കോൺഫിഡൻസിലൂടെ തന്നെ എഴുതാൻ തുടങ്ങി. പക്ഷെ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് സമയം കിട്ടാത്തൊരവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടായിട്ടുണ്ടാവും എനിക്കറിയാം. എക്സാം എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എത്രമാത്രം പഠിച്ചു, എത്രമാത്രം റിവൈസ് ചെയ്തു എന്നല്ലാതെ എത്രമാത്രം നമ്മളത് പേപ്പറിലേക്ക് എഴുതിയെന്ന് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സോ ഇൻ ദിസ് വീഡിയോ ഐ ആം ഗോയിങ് ടു ടെൽ യു ഹൗ ഐ മാനേജ് മൈ ടൈം ഇൻ മൈ എക്സാം ആൻഡ് ദ മിസ്റ്റേക്സ് ഐ ഡിഡ് ഡ്യൂറിങ് എക്സാം. ആദ്യം തന്നെ എനിക്ക് പറ്റിയ മിസ്റ്റേക്സിനെ കുറിച്ച് ഞാൻ പറയാം. എനിക്ക് 10ാം ക്ലാസ് വരെ ലാംഗ്വേജസിന് മാത്രമേ ഈ ഒരു ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ +1 കടന്ന സമയത്ത് എനിക്ക് ഏകദേശം എല്ലാ സബ്ജക്റ്റിനും ടൈം മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഈ ടിപ്സും മിസ്റ്റേക്സ് അങ്ങനെ വേറെ വേറെ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ആസ് എ സിസ്റ്റർ ആൻഡ് ആസ് എ ഫ്രണ്ട്, അല്ലാതെ ഒരു മെന്റർ എന്നുള്ള രീതിയിൽ പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് പറയാം, അല്ലാതെ ടിപ്പ് മിസ്റ്റേക്ക് അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നവരെ എനിക്ക് ലാംഗ്വേജസിന് മാത്രമേ ടൈം ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ +1 ആയതിനു ശേഷം എനിക്ക് ഏകദേശം എല്ലാ സബ്ജക്റ്റിനും ടൈം ഒരു പ്രശ്നമായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് +1 ശേഷം ഞാൻ പറയുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റും കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ടൈം നല്ലോണം കുറയും. കാരണം നമ്മൾ അത് ആലോചിച്ച് ചെയ്യുമ്പോൾ ഒന്നാമതേ +1 കയറിയതിന് ശേഷം ന്യൂമറിക്കൽസൊക്കെ വളരെയധികം കൂടുതലായിരിക്കും, ന്യൂമറിക്കൽസും ഡെറിവേഷൻസ് എല്ലാം. അപ്പോൾ അത് ആലോചിക്കാനുള്ള സമയം നമുക്ക് എഴുതേണ്ട സമയത്ത് നിന്ന് പോകും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് പഠിച്ചാൽ ടൈം നമുക്ക് പിന്നെയും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പുറത്തുനിന്നറിയാം അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് ടൈം നല്ലോണം കുറയാൻ സാധ്യതയുണ്ട്. ലാംഗ്വേജസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഹിന്ദിയുടെയും കാര്യം പറയാം. മലയാളത്തിൻ്റെ കാര്യമാണെങ്കിൽ മലയാളത്തിൽ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. കറക്റ്റ് എല്ലാ പോയിന്റ്സും വരണം, അതേപോലെ തന്നെ നല്ല വ്യക്തമായി കൃത്യമായി എല്ലാം എഴുതിയാൽ മാത്രമേ മലയാളത്തിന് മാർക്ക് പൊതുവേ കിട്ടാറുള്ളൂ. മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പൊതുവേ ആദ്യത്തെ ഒരു 4 ക്വസ്റ്റ്യൻ 1 മാർക്ക്, പിന്നെ 2 മാർക്ക്, പിന്നെ 4 മാർക്ക്, പിന്നെ 6 മാർക്ക്, അങ്ങനെയാണ് ഉണ്ടാവാറ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം തന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് രണ്ടും എഴുതി തീർത്ത് പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതി, പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതി, പിന്നെ 1 മാർക്കിൻ്റെ ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ളത് ഈ ഒരു ഓർഡറിൽ എഴുതുന്നതായിരിക്കും നല്ലത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ 9ാം ക്ലാസ് വരെ ആദ്യം 2 മാർക്കിൻ്റെത്, പിന്നെ 4 മാർക്കിൻ്റെത്, പിന്നെ 6 മാർക്കിൻ്റെത് അങ്ങനെ എഴുതിക്കൊണ്ടുണ്ടായി. അതുകൊണ്ട് തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനെ ഞാൻ നല്ലോണം എഴുതുമായിരുന്നു. 4 മാർക്ക് വരുന്ന ആ ഒരു ടൈപ്പ് ആൻസേഴ്സ് എഴുതുമായിരുന്നു. നല്ലോണം എഴുതി പോകും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന്. അപ്പോൾ മറ്റേ ആദ്യം 6 എഴുതി പിന്നെ 4 എഴുതി അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അവസാനം ടൈം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പരമാവധി ഏകദേശം 2 മാർക്കിൻ്റെ ആ ഒരു ടൈപ്പ് വരുന്ന ആൻസേഴ്സ് തന്നെ എഴുതും. എനിക്കങ്ങനെ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു ഉടായ്പ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പബ്ലിക് എക്സാമിൻ്റെ കാര്യമല്ല, നമുക്ക് ഈ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ആ ഒരു സമയത്ത് നമുക്ക് പാഠങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഒരേ ചാപ്റ്ററിന് തന്നെ അധികവും നമുക്ക് ഉണ്ടാവാറുണ്ട് വേറെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം ഒന്ന് എഴുതി അത് നോക്കിയിട്ട് തന്നെ നമുക്ക് അപ്പുറത്തിൽ നിന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ അധികം ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല, നോക്കി എഴുതാം. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് പബ്ലിക് എക്സാമിന് ഒട്ടും ആവും തോന്നില്ല. കാരണം പബ്ലിക് എക്സാം ആകുമ്പോൾ നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓരോ ചാപ്റ്ററിനും ഏകദേശം ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഓണം എക്സാമിനൊക്കെ അധികവും ഒരു ചാപ്റ്ററിന് തന്നെ കഥാപാത്ര നിരൂപണവും ആസ്വാദനക്കുറിപ്പ് അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതുന്നത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ വലിയ പ്രോ ഒന്നുമല്ല, എന്നാലും കൈൻഡ് ഓഫ് എബവ് ആവറേജ് തന്നെയാണ്. ഇംഗ്ലീഷിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം വലിയ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ എഴുതുക, പിന്നെ അങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ വന്നുകൊണ്ടിരിക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനം എഴുതാൻ വേണ്ടി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ബാക്കി വലിയ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസിനെക്കാട്ടും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അവസാനം വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് വേഗം എഴുതി പോകാമല്ലോ, അവസാനം ആകുമ്പോൾ സമയം ഇല്ലെങ്കിലും വേഗം എഴുതിയിട്ട് പോകാം. ഹിന്ദീൻ്റെ കാര്യത്തിൽ ഹിന്ദിയിൽ പൊതുവേ മാർക്ക് മേടിക്കാൻ കുറച്ച് ഈസിയാണ്. അതായത് കുറച്ചൊരു സമ്മറി അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറ്റും. പക്ഷേ ഹിന്ദി വേർഡ്സ് ആയിട്ട് തന്നെ എഴുതണം. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പിന്നെയും മലയാളമൊക്കെ ഇടയ്ക്ക് കുത്തിക്കയറ്റി ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ +1 എത്തിയതിന് ശേഷം അത് നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹിന്ദി കുറച്ചുകൂടെ വായിച്ചിട്ട് തന്നെ ഞാൻ പോകാറുണ്ട്. ഈ ഡയറി, അതേപോലെ തന്നെ സൂചനാധികാരി പത്ര, കുറേ ഡിസ്കോഴ്സസിൻ്റെ ഫോർമാറ്റ്സ് ഒക്കെ ബൈഹാർട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഹിന്ദിയിൽ ഇംഗ്ലീഷിലൊക്കെ ഫോർമാറ്റിന് മാർക്ക് ഉണ്ട്. ഹിന്ദിയിൽ പ്രത്യേകിച്ച് ജസ്റ്റ് ഒരു ബോക്സ് വരച്ചാൽ തന്നെ 1 മാർക്ക് കിട്ടുന്ന രീതിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഹിന്ദിക്ക് അടിപൊളിയായിട്ട് മാർക്ക് വരാൻ പറ്റും ആൻഡ് ടൈമും മാനേജ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലുതായിട്ട് നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാം എന്നും പറഞ്ഞ് വലുതായിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ല എഴുതേണ്ടത്, അറിയുന്ന വലിയ ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാം. ബയോളജീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബയോളജിയിൽ അത്ര വലിയ ടൈം ഇല്ലാത്തതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ബയോളജിയിൽ അധികവും നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടിപ്പോയാൽ ഒരു 4 ലൈൻ വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവാറുള്ളൂ. അധികവും ഡയഗ്രാമും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം, പക്ക ഷുവറായിട്ട് അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം, പിന്നെ കുറച്ച് ആലോചിച്ച് എഴുതേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. +1 സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആദ്യം ബോട്ടണി തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ടീച്ചേഴ്സ് പറയായിരിക്കും ഹോളിൽ, എന്നാലും പറഞ്ഞില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ബോട്ടണി എക്സാം എഴുതണം, പിന്നെയാണ് സുവോളജി ആയിട്ട് എഴുതേണ്ടത്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏകദേശം
കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാം, സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എഴുതേണ്ടത് വരാം, അതേപോലെ തന്നെ ട്രൂ ഓർ ഫാൾസ് വരാം, ഡെറിവേഷൻസ് ഉണ്ട്, ന്യൂമറിക്കൽസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അറിയുന്നതൊക്കെ ആദ്യം എഴുതാം, കുറച്ച് അറിയാത്തതൊക്കെ പിന്നെ എഴുതി വരിക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെറിവേഷൻസ് ഒക്കെ നല്ല പക്കായിട്ട് പഠിച്ച് പോയിട്ട് അതൊക്കെ ആദ്യം എഴുതുന്നതായിരിക്കും നല്ലത്. അവസാനമൊക്കെ ആകുമ്പോൾ ഡെറിവേഷൻസിൻ്റെ സ്റ്റാർട്ടിങ് നല്ല സ്റ്റക്ക് ആവാറുണ്ട് എനിക്ക്. അവസാനം എഴുതാൻ നിൽക്കുന്ന സമയത്ത് ഡെറിവേഷൻ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് വളരെയധികം ഫീൽ ചെയ്യാറുണ്ട്. നമ്മളെ ഫിസിക്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഡെറിവേഷൻസ് എന്ന് പറയുന്നത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 40 ഡെറിവേഷൻസിൽ കൂടുതലുണ്ട് പഠിക്കാൻ, എന്നാലും ആ 40 ഡെറിവേഷൻസ് എന്തായിട്ടും വരും, അത് അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് അത് പക്കായിട്ട് പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് പോയില്ല. ന്യൂമറിക്കൽസിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില പിഴവ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാറുണ്ട്. ക്വസ്റ്റ്യൻസിന് മാറിപ്പോയെങ്കിലോ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലോ അതിൻ്റെയൊക്കെ മാർക്ക് പോകാം. പക്ഷേ ഡെറിവേഷൻ എന്ന് പറയുന്നത് അത് എന്തായാലും അത് തന്നെയാണ്. അപ്പോൾ ഡെറിവേഷൻസ് നല്ല പക്കയായിട്ട് പഠിച്ച് പോവുക. ആദ്യം ഡെറിവേഷൻസ് ഒക്കെ എഴുതുക, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ എഴുതുക, ട്രൂ ഓർ ഫാൾസ് അതുപോലുള്ള ഇത് എഴുതാം. പിന്നെ റീസൺ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈസി ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ എഴുതാം. ന്യൂമറിക്കൽസ് അവസാനത്തേക്ക് വെക്കുക, അതായിരിക്കും ബെറ്റർ. പക്ഷേ ന്യൂമറിക്കൽസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഈസി എങ്കിൽ യു ഷുഡ് ഡു ന്യൂമറിക്കൽ ഫസ്റ്റ്. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായിട്ടും മാർക്ക് നേടാൻ പറ്റും, എനിക്ക് പക്കായിട്ട് അറിയാമെന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ ട്രൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നില്ല ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് ഞാൻ 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം പക്കായിട്ട് അറിയാം ആ ഒരു ഫസ്റ്റ് ഗ്രൂപ്പിലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യും, പിന്നെ സെക്കൻഡ് ഗ്രൂപ്പിലത്തെ ചെയ്യും, പിന്നെ തേർഡ് ഗ്രൂപ്പിലത്തെ ചെയ്യും. അതും ഈ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും തേർഡ് ഗ്രൂപ്പിലും ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഓക്കെ ആയിട്ടുള്ള ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം എഴുതുക. ആ ഒരു ക്രമത്തിലായിരിക്കും ഞാൻ എഴുതുക. ആദ്യം വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ്, പിന്നെ അങ്ങനെയാണ് എഴുതുക. ഇനി മേജർ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ എല്ലാം വായിച്ചു നോക്കുക. അപ്പുറം ഇപ്പുറം നോക്കാതെ തന്നെ ആദ്യം തന്നെ വായിച്ചു നോക്കുക. വായിക്കുന്ന സമയത്ത് വളരെയധികം ക്ലിയർ ആയിട്ട് വായിക്കണമെന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ആദ്യം വായിക്കുന്ന സമയത്ത് ഇത് ഈ ചാപ്റ്ററിനാണ്, ഇത് ഈ പരിപാടിയാണ്, ഇത് ഇങ്ങനെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വായിക്കണം. ചെയ്യുന്ന സമയത്ത് വളരെയധികം കൃത്യമായിട്ട് വായിക്കണം. അതുപോലെ തന്നെ വായിക്കാൻ വേണ്ടി അധികം സമയം എടുക്കാൻ പാടില്ല, ഒട്ടും സമയം എടുക്കാൻ പാടില്ല. 15 മിനിറ്റ് നമുക്ക് വായിക്കാൻ സമയം ഉണ്ടെങ്കിലും 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഏകദേശം എല്ലാം വായിച്ച് തീർക്കണം. ആൻഡ് ആ വായിക്കുന്ന സമയത്ത് തന്നെ ആദ്യം ഏത് ചെയ്യണം, ഏതാണ് എനിക്ക് അറിയാത്തത്, ഏതെല്ലാം എനിക്ക് ട്രൈ ഔട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്, അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന എനിക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സർക്കിൾ ചെയ്ത് വെക്കും. ആൻഡ് അതിൽ ആദ്യം ഏത് എഴുതേണ്ടതെന്ന് ഞാൻ നമ്പർ ഇട്ട് വെക്കും. 1 2 3 എന്നുള്ള രീതിയിൽ നമ്പറും ഇട്ട് വെക്കും. അത് അവസാനമാണ്. ആദ്യം സർക്കിൾ ചെയ്ത് ഫുള്ള് ചെയ്തതിന് ശേഷം മറ്റേ നമ്പർ ഇട്ട് വെക്കും. എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ ടിക്കിടും. എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ടിക്കിടൂ. ABC മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വിട്ടുപോകാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരോട് ചോദിച്ച സമയം കളയുന്നതിനെക്കാട്ടും കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതി അവസാനം മാത്രം അത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു ടെൻഷനിൽ നമുക്കത് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അവസാനം ചോദിച്ചു നോക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ആൻസർ പേപ്പർ മാർജിൻ ഇട്ട് വെക്കാം, പേര് എഴുതി വെക്കാം, മീൻസ് റോൾ നമ്പർ എഴുതി വെക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. മാർജിൻ ഇട്ട് വെക്കാന്ന് വെച്ചാൽ ആദ്യത്തെ മാത്രമല്ല, നിങ്ങൾ ബാക്കി അപ്പുറത്തിപ്പുറത്തൊക്കെ മാർജിൻ ഇടുന്ന ആളാണെങ്കിൽ നിങ്ങൾ അപ്പുറത്തിപ്പുറത്ത് ഇടണം. എല്ലാ കാര്യങ്ങളും ആ ഒരു സമയത്ത് തന്നെ തീർക്കാം. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ പകുതിയായിരിക്കും ചിലപ്പോൾ അപ്പുറത്തെ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവസാനം എല്ലാം കൂടെ ടീച്ചർ തിരക്കാക്കുന്ന സമയത്ത് നമുക്ക് കൂട്ടി കിട്ടുന്ന സമയത്ത് ഫുള്ള് ഷഫ്ലായി എന്തെല്ലാം പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പേപ്പർ കിട്ടുന്ന സമയത്തും സൈഡിൽ പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് ഇത് എത്രാമത്തെ പേപ്പറാണെന്നുള്ള രീതിയിൽ ഒരു മാർക്ക് ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ഞാനത് ചെയ്യാറുണ്ട്. ഫസ്റ്റ് പേപ്പർ കിട്ടുമ്പോൾ ജസ്റ്റ് ഒരു സൈഡിൽ ചെറുങ്ങനെ 1 പറഞ്ഞിട്ട് ഒരു ഇത് എഴുതി വെക്കാം. അടുത്ത പേപ്പർ വരുമ്പോൾ 2. അതാകുമ്പോൾ നമുക്ക് അടുക്കി വെക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് നൂലുകൊണ്ട് കെട്ടാൻ പറ്റും. അഥവാ ലാസ്റ്റ് ടീച്ചർ തിരക്ക് ഉണ്ടാക്കുന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കാൻ പറ്റും. ഇത് പെരുതേണ്ട ആവശ്യമില്ല, ഏതാണിപ്പുറം എന്ന് പെരുതേണ്ട ആവശ്യമില്ല. ഞാനൊരു കാര്യം പറയാം, എല്ലാ പേപ്പറിലും മാർജിൻ ഇടണം എന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് കുറച്ച് വൃത്തിയായിട്ട് എഴുതുന്ന ആളാണെങ്കിൽ മാർജിൻ ഇടേണ്ട ഒരു ആവശ്യമില്ല. ബാക്കിയുള്ള പേപ്പറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ പേപ്പറിൽ പറ്റുന്നതും നല്ല വൃത്തിയിൽ തന്നെ മാർജിൻ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിയുള്ള പേപ്പേഴ്സിന്റെ കാര്യം ടീച്ചേഴ്സ് അത്ര കാര്യമാക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ മാർജിൻ ഇടാൻ വേണ്ടിയിട്ട് സമയമൊന്നും കളയണ്ട. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളെ വാച്ച് എല്ലാവരും എടുക്കണം. എല്ലാവരും എക്സാമിന് പോകുന്ന സമയത്ത് വാച്ച് എടുക്കണം. അത് അത്യാവശ്യമാണ്. നമ്മുടെ കയ്യിൽ കെട്ടുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ എഫക്റ്റീവ് നമ്മുടെ മേശമ വെക്കുമ്പോഴായിരിക്കും. ഞാൻ എൻ്റെ വാച്ച് മേശമയാണ് നോക്കരുത്. കാരണം നമ്മൾ എഴുതുന്ന സമയത്ത് വാച്ചിൽ നോക്കുന്ന സമയം കുറച്ച് സമയം കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ മുന്നിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. ഇത് കുറച്ച് വീടായിട്ട് തോന്നും, പക്ഷേ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആദ്യം തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, ബാക്കിയുള്ള 10 മിനിറ്റിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതായത് നമുക്ക് ഇച്ചറിയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയ സമയം മതി.
അപ്പോൾ ഇപ്പോൾ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാമെങ്കിൽ നമ്മൾ ജസ്റ്റ് 5 മിനിറ്റിൽ തീർക്കാൻ പറ്റും, 5 മിനിറ്റിൽ തീർക്കാം. കാരണം അറിയാത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അധികം സമയം എടുക്കും. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കാര്യം പോലും നമ്മൾ പിന്നെ എഴുതാന്ന് പറഞ്ഞാൽ വെക്കാൻ പാടില്ല. ഈ നമ്പർ ഇടുന്ന കാര്യങ്ങൾ പിന്നെ എഴുതാന്ന് പറഞ്ഞാൽ ഒട്ടും വെക്കാൻ പാടില്ല. കാരണം അവസാനം നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത്ര നേരം എഴുതിയത് പോയി. ചെറിയ ക്ലാസ്സുകളിൽ ചിലപ്പോൾ കുറച്ച് ലിബറേഷൻസ് ഉണ്ടാവും, പക്ഷേ +1 ഒക്കെ ആയതിനു ശേഷം നമ്പർ ഇട്ടില്ലെങ്കിൽ മാർക്കേ ഇല്ല. വേറെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ A B എഴുതും, C എഴുതാൻ വിട്ടോ എന്നല്ല, നമ്മൾ പിന്നെ എഴുതാമെന്ന് വിചാരിച്ചിട്ട് വെക്കും അവിടെ. പിന്നെ നമുക്ക് എഴുതാൻ സമയം ഉണ്ടായില്ല, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുമല്ലോ, ഏതെല്ലാം എഴുതിയിട്ടാണ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മാർക്ക് ചെയ്യാണ്ട് തന്നെ നിൽക്കുക. അതായത് Aയും Bക്കും Cക്കും വേറെ മാർക്കിങ് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും നമുക്ക് മറക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറയും. എനിക്ക് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. എനിക്ക് വേറെ കാര്യങ്ങൾ വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടിപ്സ് അല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടിപ്സ് എന്നുള്ള ഒരു വാക്ക് ആ ഒരു വീഡിയോ നിങ്ങളിൽ യൂസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് എ ടോക്ക്. എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ, ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ബൈ.